അമൃതം പൊടി കൊണ്ട് ഞാൻ പാലും പഞ്ചസാരയും ഉപയോഗിച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയതാണ്. ഹൽവ മാതിരി കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അതേമാതിരി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശർക്കര ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ശർക്കരയും നാളികേരപ്പാലും ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ പാലും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. അമൃതം പൊടിയെ കൊണ്ട് ഞാൻ പാലൊഴിച്ചിട്ട് അമൃതം പൊടി ഹലുവ മാതിരി ഉണ്ടാക്കുന്ന വിധം നോക്കാം. അതിന് ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് ചൂടാറി വെച്ചിട്ടുണ്ട്. ഇതൊരു ഡവറ അമൃതം, ഈ ഒരു പാത്രത്തിന് ഒരു അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഈ പാത്രത്തിലാണ് ഞാൻ അമൃതം പൊടി വേവിക്കാൻ പോണത്. ഈ പാത്രത്തിലേക്ക് ഞാനിത് പാൽ 1/2 ലിറ്റർ പാല് ഒഴിച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിൽ ഞാൻ കണ്ടു ഇത് പാലിലേക്ക് ഞാൻ ഇതിലെടുത്ത് വെച്ച് അമൃതം പൊടി ഇട്ട് കൊടുത്തു. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കുക. ഇതെങ്ങനെയാണ് ഇതാവുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് ഈ സ്പൂൺ ഞാൻ ഈ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. ഈ സ്പൂണിൽ ഒരു 4 സ്പൂണ് പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കുക. അപ്പോൾ അത് ആദ്യം ഇളക്കി നല്ലതുപോലെ മിക്സാക്കണേ. ഇപ്പോൾ ഈ പഞ്ചസാരയും അമൃതം പൊടിയും ഒക്കെ കൂടെ നല്ലതുപോലെ മിക്സായി ഇളക്കി തീരെ കട്ടല്ലാതെ വിധത്തിൽ ഇളക്കിയെടുക്കുക. ഇത് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം അടുപ്പിൽ വയ്ക്കാം. ഞാനത് 4 സ്പൂൺ പഞ്ചസാര ഇട്ട് വയ്ക്കണമെങ്കിൽ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 5 ആക്കാം. അല്ല അധികം മധുരം വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ 3 സ്പൂണ് ഞാൻ മീഡിയം ടൈപ്പിൽ 4 സ്പൂണ് മധുരമാണ് ആകട്ടെ. ഇത് പ്ലേറ്റിനകത്ത് നല്ലതുപോലെ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇത് ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് ഞാൻ വെച്ചത്. ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാനോ ഒന്നും അറിയരുത്. എന്താ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പം തിളച്ച് അടിയിൽ പിടിക്കുക. അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിങ്ങനെ ഇളക്കി നല്ലതുപോലെ കുറുക്കി കൊണ്ടുവരിക. അത് ഇതേമാതിരി കുറുകി വന്നു. ഇനി അതിനകത്തൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്പൂണിനെ കണക്കാക്കി ഒരു നെയ്യും കൂടെ ഒഴിച്ച് ഇനി ഇത് നമുക്ക് ആ നെയ്യ് പറ്റിച്ച പാത്രത്തിലേക്ക് മാറ്റാം. അമൃതം പൊടിയുണ്ടാക്കിയ സ്നാക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്നാക്ക് നമുക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാൻ ഉപയോഗിക്കാം.